ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസിന്റെ ആദ്യത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അജിയോ ബിഗ് ഹോൾസെയിലിലെ ക്രിസ്മസ് ഷോപ്പിംഗ്. ബാക്കി ചാനലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്രിസ്മസ് ഡ്രസ്സിന്റെ ഒക്കെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പണ്ട് തൊട്ടുള്ള ഒരു ശീലമാണല്ലോ നമുക്ക് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ പുതിയ ഉടുപ്പ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഓണത്തിനും ക്രിസ്മസിനൊക്കെ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി എപ്പോഴും ഡ്രസ്സ് വാങ്ങാറുണ്ട്. അതെപ്പോഴും ഒരു സന്തോഷമാണല്ലോ. അപ്പൊ ഇത്തവണ ഷോപ്പിലൊക്കെ പോയി ഡ്രസ്സ് വാങ്ങാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഷോപ്പിംഗ് ഇഷ്ടമാണ്, എങ്കിലും ഞാൻ കൂടുതലും ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഇത്തവണ ബിഗ് ഹോൾസെയിലില് ഞാൻ വീട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ക്രിസ്മസ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സൈഡിൽ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ വേഗം കിടക്കാം. അപ്പൊ നമുക്ക് ഓർഡർ അനുസരിച്ച് തന്നെ പോവാം. ആദ്യത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ റബേക്കയ്ക്കുള്ള ഡ്രസ്സാണ്. ഞാൻ നമുക്ക് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളറിലെ പിങ്ക് കളർ മിക്കി മൗസിന്റെ പ്രിന്റ് വരുന്ന പാൻ്റാണ്. അതിൻ്റെ കൂടെ പെയറായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഈ വൈറ്റ് കളറും പിങ്ക് കളറും കൂടെയുള്ള ടീഷർട്ടാണ്. ഈ വൈറ്റ് കളറിലെ പിങ്ക് കളർ 3D വർക്ക് വരുന്ന ടീഷർട്ടാണ്. അപ്പോൾ ഈ ടീഷർട്ടിന് റേറ്റ് എന്ന് പറയുന്നത് വെറും 70 രൂപയായിരുന്നു. എല്ലാം നല്ല റേറ്റ് കുറഞ്ഞിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടോ ഇപ്പൊ ശരിക്കും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അടുത്തതെന്ന് പറഞ്ഞാൽ മോൻകുട്ടിനെ ക്രിസ്മസിന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പൊ അവന് ആദ്യം വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളർ പാൻ്റ് ആണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 699 റുപ്പീസ് ആണ്. അപ്പൊ ഞാൻ എത്ര രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് എല്ലാത്തിന്റെയും കൊടുത്ത പോലെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ കളർ സ്കൈ ബ്ലൂ കളർ ഷർട്ടാണ്. ഇത് അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡായിട്ടുള്ള ടീം സ്പിരിറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് 799 ആണ്. പിന്നെ അവന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത് സെയിം ടീം സ്പിരിറ്റിൽ നിന്ന് തന്നെ ഗ്രീൻ കളർ ഷർട്ടാണ്. ഇവരുടെ ഷർട്ട് മോൻകുട്ടിന് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന ഷർട്ടാണ്. അതുകൊണ്ടാണ് ആ സെയിം ബ്രാൻഡിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ ട്രൈ ചെയ്യുന്നത്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 599 ആണ്. മോൻകുട്ടിന്റെ റബേക്കിന്റെ ഡ്രസ്സ് കഴിഞ്ഞ് അടുത്തതെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് വാങ്ങിച്ച ഡ്രസ്സാണ്. ചേച്ചിക്ക് ക്രിസ്മസിന് വാങ്ങിച്ചിട്ടുള്ളത് മിസ്റ്റേക്സിന്റെ ഈ ഒരു ഫുൾ ലെന്ത് ഗൗണാണ്. ഒരു റെഡ് വാങ്ങണമെന്നായിരുന്നു എനിക്ക്, പക്ഷെ അവർക്ക് റബേക്കയുടെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ റബേക്കയുടെ ആനുവൽ ഡേയുടെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അതിൽ റബേക്കയുടെ ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പിന്നെ ഇത് തന്നെ എടുത്തു. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡാണ്. നമുക്ക് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് മീഷോയിൽ നമുക്കിത് അവൈലബിൾ ആണ്. ലോവസ്റ്റ് പ്രൈസിലാണ് പക്ഷെ നമുക്ക് ഈ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുത്തത് ഓർഡർ അനുസരിച്ച് ചിക്കുവിന്റെ ഡ്രസ്സസ് ആണ്. ചിക്കുവിന് ക്രിസ്മസിന് ഫസ്റ്റ് വാങ്ങിച്ചത് ഈ ഒരു വൈറ്റ് കളർ ഷർട്ടാണ്. പള്ളിയിൽ പോകുമ്പോൾ എപ്പോഴും വൈറ്റ് കളർ ഇടാറുള്ളൂ, അതുകൊണ്ട് അതിന് വേണ്ടി വാങ്ങിയതാണ് ഈ ഒരു വൈറ്റ് കളർ ഷർട്ട് എന്ന് പറയുന്നത്. ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 1249 ആണ്. ഓഫറിൽ നമുക്ക് 300-നകത്ത്, അതായത് ഒരു 300 റേഞ്ച് നമുക്ക് കിട്ടി. 300-400 ഇടയിൽ നമുക്ക് ഈ ഒരു ഷർട്ട് കിട്ടി. അപ്പൊ സെയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, വാങ്ങാത്തവർ ഓടിപ്പോയി വാങ്ങിക്കോ. നല്ല ഓഫറിലാണ് എല്ലാ പ്രോഡക്ട്സും കിട്ടുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡിന്റെ ഷർട്ടാണ്. ഇങ്ങനെ വേറൊരു റെഡ് കളർ ഷർട്ട് ഉണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിയ ഒരു ഷർട്ടാണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 2495 ആണ്. അപ്പൊ ഞാനിതൊക്കെ വേഗം എടുക്കുന്ന വീഡിയോസ് ആണ്. കാരണം അറിയായിരിക്കും, പ്രൊഫഷണലി ഞാനൊരു ഡോക്ടറാണ്. അപ്പൊ നമുക്ക് അത്രയും സമയമൊന്നും കിട്ടാറില്ല. യൂട്യൂബ് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ഇതിപ്പോ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പൊ മൈക്കില്ല, അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കരോളൊക്കെ പോകുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ കരോളിന്റെ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേട്ടെന്നൊക്കെ ഇരിക്കും. ഡ്രസ്സ് നമുക്ക് നല്ല ഓഫറിന് കിട്ടിയിട്ടുണ്ട്. കാരണം ബിഗ് ഹോൾസെയിലാണ് ഏറ്റവും കൂടുതൽ ഓഫറിൽ നല്ല ക്വാളിറ്റി ഡ്രസ്സസ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അജിയോ. പക്ഷെ അത് ഓഫർ സമയത്ത് വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലാണ്ടുള്ള സമയത്ത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. ഇത്രയൊക്കെയാണ് ഞാൻ ബാക്കി എല്ലാവർക്കും വേണ്ടി വാങ്ങിയ ഡ്രസ്സ് എന്ന് പറയുന്നത്. പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ മീഷോയിൽ നിന്നാണ് ഒരു കുർത്ത ഓർഡർ ചെയ്തത്. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കാം. കാരണം ആജിയോടൊക്കെ ആദ്യം കാണിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മീഷോയുടെ ഒരു ഡ്രസ്സ്, അമ്മയ്ക്ക് വാങ്ങിച്ച ഡ്രസ്സ് കാണിക്കാം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വാങ്ങിച്ച ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരുന്നു. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് ടീഷർട്ട്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും കുർത്തയൊക്കെ ആയിരിക്കും ഇടുന്നത്. പിന്നെ അങ്ങനെ പുറത്ത് ഒരുപാടൊന്നും പോകാറില്ല, വല്ലപ്പോഴൊക്കെ ഔട്ടിങ്ങിനൊക്കെ പോകുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിലിടാനും കൂടെ ചേർത്തിട്ടാണ് വാങ്ങിയത്. കാരണം ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറവുള്ളതാണ്. ഈ ടീഷർട്ടൊക്കെ ഞാൻ യൂഷ്വലി അങ്ങനെയാണ്, അജിയോന്ന് വാങ്ങിച്ചിട്ട് ഒരു 2-3 തവണ പുറത്തിടും, അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലിടും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ടീഷർട്ട് എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസ്
പ്രൈസ് 299 ആണ്. ഒരു ഗ്രീൻ കളറിൽ വരുന്ന നല്ല അടിപൊളി പ്രിന്റൊക്കെ ഉള്ള ഒരു ടീഷർട്ടാണ്. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ടീഷർട്ടാണ്. ഈ ബ്ലാക്ക് ടീഷർട്ടിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 90 രൂപയാണ്. 90 രൂപയ്ക്ക് നമുക്ക് പുറത്തുനിന്നൊന്നും ടീഷർട്ട് കിട്ടത്തില്ല. പക്ഷെ അജിയോന്ന് നമുക്ക് കിട്ടും സെയിൽ സമയത്ത്. ഇത് സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് പല ടീഷർട്ടുകളും അജിയോന്ന് ഇങ്ങനെ 90 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ക്വാളിറ്റി വൈസ് അടിപൊളിയായിരിക്കും. ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടുണ്ടാകത്തില്ല. അപ്പം അത് സെയിം ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഈ ഒരു ബ്ലാക്ക് കളർ ടീഷർട്ടും അതിൻ്റെ തന്നെ ഒരു റെഡ് കളർ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ടീഷർട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഫൈനലി ഞാൻ അജിയോന്നൊരു ബെഡ്ഷീറ്റ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഓഫ് വൈറ്റ് കളറിലെ നല്ല ഫ്ലോറൽ പ്രിൻ്റുള്ള ബെഡ്ഷീറ്റാണ്. ഇത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയതാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ എന്തായാലും ക്രിസ്മസ് ഫ്രണ്ട് തിരഞ്ഞെടുക്കുമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരത്തെ വാങ്ങി വെച്ചതാണ്. ഒരുമിച്ച് വാങ്ങിയാൽ നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് വാങ്ങി വെച്ചതാണ്. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി അജിയോന്നൊരു ഡ്രസ്സ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മാത്രം ഇതുവരെ എത്തിയിട്ടില്ല. അതിൻ്റെ വീഡിയോ ഞാൻ ഇത് കഴിയുമ്പോഴത്തേന് ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ കോളർ എനിക്ക് ഭയങ്കര സ്റ്റിഫായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ അതങ്ങ് റിട്ടേൺ ചെയ്തു. അപ്പോൾ അടുത്ത് നമുക്ക് മീഷോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സ് കൂടെ ഉണ്ട്. അതുകൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടി വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരും ഓൺലൈൻ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ക്രിസ്മസ് ഓൺലൈൻ ഷോപ്പിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാണ്ടുള്ള ഷോപ്പിംഗ് ഉണ്ടാവും, വഴിയെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അമ്മയുടെ ക്രിസ്മസ് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് സെറ്റാണ്. ഒരു കോട്ടൻ്റെ ഒരു അടിപൊളി ടോപ്പും പാൻറ്റും ഷോൾ വരുന്ന ഒരു സെറ്റാണ്. മിക്ക സ്കൂളിലൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, ക്രിസ്മസിന് സ്കൂളിൽ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഡ് കുർത്ത വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് അമ്മയുടെ ഡ്രസ്സ്. അടുത്തത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച ഈ ഒരു ബ്ലൗസാണ്. ഒരു ഡാർക്ക് ബ്ലൂ കളർ ബ്രൊക്കേഡിൻ്റെ ബ്ലൗസാണ്. ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ച ഒരു ബ്ലൗസാണിത്. പക്ഷേ മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ടുള്ള നെക്കായിരിക്കും. അത് നമ്മൾ ഓൾട്ടർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാം. ഇത് ഞാൻ ക്രിസ്മസ് ഫംഗ്ഷന് എനിക്കൊരു റെഡ് സാരി ഉണ്ട്, കുറച്ച് മുന്നത്തെ സാരിയാണ്. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് എനിക്ക് ചെറുതായി പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു ബ്ലൗസാണ്. ഇത് ഓൾട്ടർ ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ക്രിസ്മസ് ഫംഗ്ഷന് ഞാൻ ഈ ബ്ലൗസ് ആയിരിക്കും ഇടുന്നത്. കാരണം ഈ ബാക്ക് ഇത്രയേ ഉള്ളൂ, അതെനിക്ക് ചെറുതാക്കണം. എനിക്ക് ഭയങ്കര ഡീപ്പായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് അടിപൊളിയാണ്, ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. മീഷോയിലെ ബ്ലൗസൊക്കെ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി തന്നെയാണ്. അല്ലെ, അകത്തൊരു കപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വരുന്നത് ഒരു വി നെക്കിലാണ്, ബാക്ക് റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ബ്ലൗസ്. ഫൈനലി ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. ഇതെന്ന് പറയുന്നത് പുറത്തതായിട്ട് ഇങ്ങനെ പെറ്റിക്കോട്ട് പോലെ വരും, അതിനകത്ത് ഈ ഒരു ടീഷർട്ട് വരുന്ന പോലെ റബേക്കയ്ക്ക് വാങ്ങിയതാണ്. ഇത് ഈ സെയിം പ്രിന്റ് പറഞ്ഞ ഒരു ഡ്രസ്സ് ചേച്ചിക്ക് എനിക്കുണ്ട്. അപ്പോൾ റബേക്ക ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു, അമ്മ എനിക്ക് ഇതുപോലത്തെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു തരുമോന്ന്. അപ്പോൾ ഞാൻ വെറുതെ മീഷോയിൽ ഇത് മതിയോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ്. റബേക്കയ്ക്ക് സൈസ് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇട്ടൊന്നും നോക്കിപ്പിച്ചില്ല. പക്ഷെ ക്വാളിറ്റി വൈസ് അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസിന്റെ ഓൺലൈൻ ഷോപ്പിംഗ്. അപ്പോൾ എല്ലാ പ്രോഡക്റ്റിന്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഒറിജിനൽ പ്രൈസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് ഞാൻ വാങ്ങിയ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാരണം അജിയോയിലും മീഷോയിലൊക്കെ ഇപ്പോഴും സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ വാങ്ങാത്തവരാണെങ്കിൽ പോയി വാങ്ങാം. അപ്പോൾ നമുക്ക് കുറച്ച് പൈസയ്ക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പറ്റും. അതാണ് എനിക്ക് തോന്നുന്നു അജിയോയിലെ ബിഗ് ബോൾ സെയിൽ എന്നൊക്കെ പറയുന്നത്. ഞാൻ ഈ മൊത്തം ഡ്രസ്സ് ഒരു 5000 അകത്താണ് വാങ്ങിയത്. എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് 5000 അകത്ത്, 5000 തികഞ്ഞിട്ടില്ല, 5000 അകത്താണ് വാങ്ങിയത്. അപ്പോൾ വാങ്ങാത്തവർ വേഗം പോയി വാങ്ങിക്കോ. ക്രിസ്മസിന് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ബൈ ബൈ.